ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നാരങ്ങയും ഈന്തപ്പഴവും കൂടിയുള്ളൊരു അച്ചാർ. ഇത് നല്ല ടേസ്റ്റിയാണ്. കാരണം ഈന്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് ആ പുളിക്ക് ഒരല്പം കുറവും വരും. നല്ല രുചിയുള്ളൊരു അച്ചാർ തന്നെയാണിത്. വളരെ നാളിത് കേടുകൂടാതിരിക്കുകയും ചെയ്യും. 3/4 കിലോ നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ നാരങ്ങയാണ്. ഈ നാരങ്ങ എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്തതാണ്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കാം. കുറച്ച് എണ്ണ നമുക്കൊഴിക്കാം. ചെറുതായിട്ടിങ്ങനെ പൊട്ടി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ഇത്രയും മതി. അല്ലെങ്കിൽ ഇതിൻ്റെ നീരെല്ലാം കണ്ടോ, ഇതുപോലെ എല്ലാം പൊട്ടിക്കഴിഞ്ഞതിൻ്റെ നീരെല്ലാം അകത്തോട്ടാകും. ചിലരൊക്കെ ഇങ്ങനെ ചൊങ്ങാൻ തുടങ്ങിയല്ലോ. ഇനി നമുക്ക് മതി. ഇനി നമുക്കിത് നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ചൊനിയെല്ലാം എണ്ണയിലേക്കായിട്ടുണ്ട്. നമുക്കിത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് നല്ല കഴുകി ഉണങ്ങിയ പാത്രമായിരിക്കണം. വെള്ളമായി ഒട്ടും കാണരുത്. അതിൻ്റെ ചുനിയെല്ലാം എന്ത് ചെയ്യാം, എണ്ണയ്ക്കകത്തോട്ട് ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുക്കാം. ചിലതൊക്കെ ഒന്ന് ചുങ്ങി എല്ലാം അങ്ങനെ പൊട്ടിപ്പോകാൻ വരരുത്. 1-2 ഒന്ന് പൊട്ടി ഈ പാകാകുമ്പോഴത്തേന് വാങ്ങണം. ഇനി മാറുമ്പോഴത്തേന് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് 4ആയിട്ടോ 8ആയിട്ടോ ഒക്കെ മുറിച്ചെടുക്കാം. ഇത് ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഞാനിത് 4ആയിട്ടേ മുറിക്കുന്നുള്ളൂ. ഇതുണ്ട്, ചിലതൊക്കെ ഒന്ന് ഇങ്ങനെയായിട്ടുണ്ട്. ഇതുണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ആറിയതിന് ശേഷം ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതായത് ചെറിയ നാരങ്ങ കൊണ്ട് ഞാനിത് 4ആയിട്ടേ മുറിക്കുന്നുള്ളൂ. വലിയ നാരങ്ങയാണെങ്കിൽ 8ആയിട്ടൊക്കെ നമുക്ക് മുറിച്ചെടുക്കാം. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച്, നമ്മൾ വലിപ്പം അനുസരിച്ച് നമുക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ നാരങ്ങ മുറിച്ചെടുക്കാം. നമുക്കിതൊന്ന് വേണമെന്ന് തൂത്തെടുക്കാം. ഇതിൻ്റെ പുറമേ ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിതൊന്ന് ഉപ്പ് പിടിക്കട്ടെ. ഒരു 2-3 മണിക്കൂർ വെക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നാരങ്ങയ്ക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കും. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഈ നാരങ്ങയിൽ ഉപ്പ് പിടിക്കും. ഞാനൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഏതായാലും ഉണ്ടാക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് ഇപ്പോൾ കണ്ടോ, നാരങ്ങ എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് മുളക് പൊടി ഒരു 5 ടേബിൾ സ്പൂൺ. ഇത് സാധാരണ മുളകും പിരിയൻ മുളകും കൂടെ കൂടി പൊടിപ്പിച്ചതാണ്. കൊണ്ട് ഒരുപാട് എരിവൊന്നും കാണില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഞാൻ ഇതിന് ചേർക്കാനായിട്ട് ഒരു 40 ഡേറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്.
ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3/4 കപ്പ് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതേ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇടാം. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇത് രണ്ടായിട്ട് ഞാൻ മുറിച്ചതാണ്. 1/2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. 3/4 കപ്പോ 1 കപ്പോ ഒക്കെ വേണേലും ചേർക്കാതെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് ഇഞ്ചി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി അങ്ങ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂക്കട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായാൽ മതി. കറിവേപ്പില ഒന്ന് മൂക്കുമ്പോൾ തന്നെ നമുക്കറിയാം പാകമായെന്ന്. കണ്ടില്ലേ, കറിവേപ്പില നമ്മളെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയും ആ പാകമാണ്. നമുക്ക് തീ കുറച്ച് വെക്കാം, നന്നായിട്ട് കുറച്ച് വെക്കണം. ഇതിലേക്ക് നമുക്ക് ആ ഡേറ്റ്സ് അരിഞ്ഞത്, ഈന്തപ്പഴം അരിഞ്ഞത് കൂടി ചേർക്കാം. ഞാനത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഈന്തപ്പഴം. ഇനി നമ്മുടെ നാരങ്ങ, ആ മസാലയെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് കൂടി ഇതിലേക്ക് ഇടാം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്തിരി നേരമൊന്നും അടുപ്പത്ത് വെച്ചേക്കൊന്നും വേണ്ട, ഇളക്കി ഒന്ന് യോജിപ്പിച്ചാൽ മതി. ഈന്തപ്പഴമൊക്കെ അലുത്തോളും. ഇതൊരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞ് എടുക്കാവുള്ളൂ, അന്നേരം നല്ല ടേസ്റ്റ് ആവും. ഇതെല്ലാം ഒന്ന് അലുക്കും. ഇതിലേക്കൊരു 3/4 കപ്പ് വിനാഗിരി കൂടി ചേർക്കാം. ഈ വിനാഗിരി കൂടുതൽ ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. എനിക്കൊന്ന് കുഴഞ്ഞിരുന്നാൽ മതി, അതുകൊണ്ട് ഞാൻ 3/4 കപ്പേ ചേർത്തിട്ടുള്ളൂ. എണ്ണ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഈ വെളിച്ചെണ്ണ ചേർത്താലും മതി, നല്ലെണ്ണ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റണം. ഞാൻ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അച്ചാറിടാൻ എപ്പോഴും നല്ലത് ഗ്ലാസ് ബോട്ടിൽ തന്നെയാണല്ലോ. ഇത് വളരെ നാളുകൾ കേടുകൂടാതിരിക്കും. കാണാൻ ഇതിൻ്റെ അകത്ത് അല്പം പോലും വെള്ളമയമില്ല. വളരെ ടേസ്റ്റിയുമാണ്.